എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പാർട്ട് 1 ആണെങ്കിൽ അതിലെ സെക്ഷൻസ് ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടത് എന്ന് അധികം സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. ദെൻ പാർട്ട് 1 കേസ് നോക്കുകയാണെങ്കിൽ അതിൽ സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി ഇത് മൂന്നും കണക്റ്റഡ് ആണ്. ഇത് മൂന്നും കോസ്റ്റ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ആദ്യം സെക്ഷൻ ഡി പഠിച്ച് പിന്നെ സെക്ഷൻ ബി പിന്നെ സെക്ഷൻ സി പഠിക്കലാണ് കറക്റ്റ് ഓർഡർ. ദെൻ ടോട്ടൽ സെക്ഷൻസിൻ്റെ ഓർഡർ ചോദിക്കുകയാണെങ്കിൽ ആദ്യം എ കവർ ചെയ്യുക, പിന്നെ ഡി, പിന്നെ ബി, പിന്നെ സി, പിന്നെ ഇയു എഫും എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. കാരണം അത് തമ്മിൽ അത്ര കണക്ഷൻസ് വരുന്നില്ല. ഇയും എഫും ആയിട്ട് ഒരു ടോപ്പിക്കിൽ മാത്രമാണ് അങ്ങനെ കണക്ഷൻ വരുന്നത്. അതുകൊണ്ട് ഇ പഠിച്ച് എഫ് പഠിച്ചാലും എഫ് പഠിച്ച് ഇ പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പം പിന്നെ പാർട്ട് 2 വെച്ച് തുടങ്ങാം അല്ലേ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ 3 ഡിസിഷൻസ് ആണ് സെക്ഷൻ ബി ആയിട്ടും സെക്ഷൻ ഇ ആയിട്ടും കവർ ചെയ്യുന്നത്. അതുകൊണ്ട് സെക്ഷൻ ബി പഠിച്ച് സെക്ഷൻ ഇ പഠിക്കുകയാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ബാക്കിയുള്ള സെക്ഷൻസ് ഏത് ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ CME ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.